26-ാം തീയതിയാണ് ശ്രീകൃഷ്ണ ജയന്തി വരുന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, ഗുരുവായൂരേക്ക് കണ്ണന് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് വരച്ച് ആ ഫോട്ടോ ആണ്. പകുതി ആയി എന്നും പറയാനില്ല, എന്നാലും ഇനി 3/4 ഭാഗം ഇതിൻ്റെ പുറത്ത് പണിയുണ്ട് കേട്ടോ. അപ്പോൾ കഷ്ടപ്പെട്ട് ചെയ്യുന്നതിൽ എനിക്കൊരു വിരോധമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. അത് മെയിനായിട്ട് പ്രശ്നം എന്ന് വെച്ചാൽ, ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ ഉണങ്ങാനുള്ളൊരു ബുദ്ധിമുട്ടാണ്. മഴയൊക്കെ വന്നാൽ എനിക്ക് ഉണക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ഉണക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാണിക്കുന്ന ഒരു ട്രിക്ക് എന്താണെന്നറിയോ, നമ്മളെ ഹെയർ ഡ്രയർ ഉണ്ടല്ലോ, അത് വാട്ട്സ് കുറഞ്ഞ ടൈപ്പ് എന്ന് വെച്ചാൽ ലോക്കൽ ഹെയർ ഡ്രയർ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമ്മൾ ഹീറ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ ഉണക്കിയെടുക്കുന്നത്. അപ്പോൾ ഉണങ്ങാനുള്ളൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ഇത് പകുതി മുക്കാത്തട്ടോളം ഇനിയും ഇത് പൂർത്തീകരിക്കാനുണ്ട്. ഞാൻ രണ്ടാമത് വരയിലേക്ക് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ ഇതിലേക്ക് തുടങ്ങിയിട്ടില്ല. അറിയാലോ, ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയി. അപ്പം ആ ഗുളികയുടെ ആഫ്റ്റർ എഫക്റ്റ് ഓരോന്നായിട്ട് വന്ന് തുടങ്ങുന്ന എന്താണെന്നറിയില്ല, അത് പോയി കിട്ടുന്നില്ല. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം, എനിക്ക് തോന്നലാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ, ഈ കണ്ണിന് ഫിനിഷിങ്ങിൻ്റെ മുമ്പ് തന്നെ എനിക്ക് ഭയങ്കര തിളക്കമായിട്ട് ഒരു ഭയങ്കര ഭംഗി പോലെ തോന്നുന്നു എനിക്ക്. അങ്ങനെ തോന്നാനൊരു കാരണമുണ്ട് കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്ന പെയിൻറ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഒരു 3D ഗോൾഡ് ഉപയോഗിക്കാറുണ്ട്. ഇതാണ് ആ സംഭവം, 3D ഗോൾഡ് ഇതിന് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു സാധനമാണ് 3D ഗോൾഡ് എന്ന് പറയുന്നത്. ഈ സാധനമാണ് കണ്ണൻ്റെ ഈ ഓറയുടെ ഉള്ളിലുള്ള ഗോൾഡൻ കളറ്. ഈ ഒരു ഇതില്ലേ, ഓറയുടെ ഉള്ളിൽ വരുന്ന ഗിൽറ്ററും ഈ ആഭരണങ്ങളും ഒക്കെ ഈ 3D ഗോൾഡ് കൊണ്ടാണ് ഞാൻ ചെയ്തെടുക്കാറ്. ഈ വെണ്ണക്കുടത്തിൻ്റെ മുകളിലതൊക്കെ 3D ഗോൾഡ് കൊണ്ടാണ് ചെയ്യാറ്. അപ്പം ചില പെയിൻറ്, ചില 3D ഗോൾഡ് എനിക്ക് നല്ല പെയിൻറ് കിട്ടാറുണ്ട്. നല്ല പെയിൻറ് എന്ന് വെച്ചാൽ, ഞാൻ ഹോൾസെയിൽ ഷോപ്പിൽ നിന്നാണ് മേടിക്കില്ല. അപ്പോൾ അവരെനിക്ക് കമ്പനിയിൽ നിന്ന് സാധനം വരുത്തിച്ച് തരുന്നതാണ്, ഒരുമിച്ച് തരുന്നതാണ്. അപ്പോൾ ഇതൊരു ബോക്സാണ് ഉള്ളത്. ഒരു ബോക്സിൽ 10 എണ്ണം ഉണ്ടാവും. ഇങ്ങനത്തെ ഒരു 12 എണ്ണം ഉള്ളത് ഒരുമിച്ച് ഞാൻ എടുക്കുക ചെയ്യുക. അപ്പം ചില സമയത്ത് കിട്ടുന്ന പെയിൻറ് എന്ന് പറയുന്നത് നല്ല അടിപൊളി പെയിൻ്റ് ആയിരിക്കും, നല്ല അടിപൊളി 3D ആയിരിക്കും കിട്ടുക. ആ 3Dയും കൂടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കണ്ണിന് ഇരട്ടി മുതലെന്ന് കേൾക്കാറില്ലേ, അതേപോലെ ഒടുക്കത്തെ ഭംഗിയായിരിക്കും. അപ്പോൾ ഈ ഒരു ഭംഗി കണ്ടപ്പോൾ എനിക്ക് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരണം എന്ന് തോന്നി. ഫിനിഷ് ആയിട്ടില്ല, പകുതി പോലും ആയിട്ടില്ല, പക്ഷെ അപ്പോഴേക്കും എനിക്ക് ഭയങ്കര സന്തോഷം കണ്ണനെ കാണുമ്പോൾ. ഇപ്പോൾ എന്തൊരു വിഷമം വരുമ്പോൾ, ഞാൻ ഈ മേശൻ്റെ മുകളിൽ കിടത്തി വെച്ചതായിരുന്നു കണ്ണന. അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിവർത്തി വെച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു കണ്ണൻ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ. ഇടയ്ക്കിടയ്ക്ക് കണ്ണൻ്റെ അടുത്തിങ്ങനെ ഇതിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു പോകുമ്പോൾ കണ്ണനെ കാണുമ്പോൾ ഒരു സന്തോഷം. അപ്പം ഞാൻ കരുതി പെയിൻറ്റിങ് തുടങ്ങുന്ന വരെ മൂപ്പരിങ്ങനെ നിൽക്കട്ടെ. ഇന്നലെ എൻ്റെ മകൻ ചോദിച്ചെന്താണെന്നറിയോ, ഉമ്മ ഇത് നമ്മളിവിടെ ഫ്രെയിം ചെയ്ത് വെക്കുക. കാരണം അത്രത്തോളം കൈവിട്ട് കൊടുക്കാൻ തോന്നുന്നില്ല. ഭയങ്കര സന്തോഷം ഇത് ചെയ്ത് പൂർത്തീകരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ള വീഡിയോ എന്തായാലും നിങ്ങളെ കാണിച്ചതിന് ശേഷം ഞാൻ ഗുരുവായൂർ കൊടുക്കുള്ളൂ. കാര്യം എന്താ വെച്ചാൽ, ഈ ഒരു വെണ്ണക്കണ്ണൻ ഇനി ഈ ഒരു വർഷം കൂടിയേ ഞാൻ ഗുരുവായൂർ കൊടുക്കുള്ളൂ. ഈ ഒരു മോഡൽ വെണ്ണക്കണ്ണൻ ഇട്ടോ, പിന്നെ കണ്ണൻ്റെ പല രൂപങ്ങളും ഭാവങ്ങളും ആയിരിക്കും ഇനി ഗുരുവായൂർ കൊടുക്കുന്നത്. അതിന് മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ 2 കാരണങ്ങളുണ്ട് കേട്ടോ. ഒന്നെന്ന് വെച്ചാൽ, ഞാൻ ഈ ഒരു ഫോട്ടോ മാത്രമേ വരയ്ക്കുള്ളൂ എന്നുള്ള പലരുടെയും പരാതിയാണ്. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത്, മറ്റുള്ള ഒരുപാട് ആൾക്കാർ ഏകദേശം 1000-ന് പുറത്തോളം ഫോട്ടോസ് ഞാൻ വരച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പൈസ കൊടുത്തിട്ട് മേടിച്ചിട്ട് ഗുരുവായൂർ കഴിഞ്ഞ പ്രാവശ്യത്തത് നമ്മുടെ ഒരു ഷീറ്റിൻ്റെ പൈസയോ അല്ലെങ്കിൽ ഒരു ഫ്രെയിമിൻ്റെ പൈസയോ അത്രത്തോളം അതിനുപയോഗിച്ച മെറ്റീരിയലിൻ്റെ പൈസ പോലും ആ ഒരു പൈസ പോലും അവിടെ ഗുരുവായൂരിന്ന് ലേലത്തിൽ മേടിച്ചിട്ടില്ല എന്നൊക്കെ പലരും എന്നോട് പരാതി പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു, കണ്ണനൊരു പക്ഷേ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് ഉണ്ടാക്കിയതായിരിക്കാം. അത്രത്തോളം ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് അത്രത്തോളം അവിടെ കൊണ്ടു കൊടുത്തിട്ടും അത് നിസ്സാര പൈസക്ക് പോകുമ്പം എൻ്റെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് മേടിച്ച ആൾക്കാർക്കൊക്കെ അതൊരു ഇഷ്ടക്കുറവ് അല്ലേ, അവർക്കൊരു ഇഷ്ടക്കേട് എന്നുള്ള രീതിയിൽ വരുമ്പോൾ, ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ഇനി ഞാൻ ഗുരുവായൂർ ഈ മോഡൽ വെണ്ണക്കണ്ണൻ കൊടുക്കുന്നത്. ഇനി എൻ്റെ സിഗ്നേച്ചർ ഐറ്റം എൻ്റെ കയ്യിൽ നിന്നല്ലാതെ സെയിലാവൂല. ഞാൻ ഇതിനു മുമ്പേ പല വീഡിയോയിൽ ചെയ്തിട്ടിട്ടുണ്ട്. ഞാൻ കണ്ണനാണ് സമർപ്പിക്കുന്നത്. അവിടുന്ന് പിന്നെ എന്തായി എന്നുള്ളത് ഞാൻ അറിയേ വേണ്ട.
ഞാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമേ അല്ല എന്ന് പല വീഡിയോസും ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ വന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വർഷം കൂടിയും കണ്ണന് ഞാൻ ഈ ഒരു മോഡൽ ഫോട്ടോ കൊടുക്കുള്ളൂ എന്ന് ഞാൻ തീരുമാനിക്കാൻ കാരണം.